എച്ച് എന്ന് പറയുന്നത് അത് ഈ സൈഡിൽ, അതായത് ഒരു ബേസ് ആണ്. ഇത് 7 ആണ്, സെന്റർ പോയിന്റ്. പി എച്ചിന്റെ ഫുൾ ഫോം അറിയണമെന്നുണ്ടോ? അതൊക്കെ കുട്ടികള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അവര് സ്കൂളിൽ ചെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും. പി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാ പറയുന്നത്. ഈ അളവ് 1 മുതൽ 14 വരെയുണ്ട്. 7 നടുക്ക് വരുന്നതാണ്. വെള്ളം ആസിഡും അല്ല, ബേസും അല്ല, അത് ന്യൂട്രൽ. അതുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ആസിഡ് ആയിരുന്നെങ്കിലോ കുടിച്ച ഉടനെ അകത്ത് മൊത്തം കത്തി പുകഞ്ഞെല്ലാം പോകും. ബേസും കുടിക്കാൻ പറ്റില്ല. ഇനി വെള്ളം ഇവിടെ വരും. 7-ന് ഇപ്പുറമുള്ളത് ആസിഡ്, അപ്പുറത്തോട്ടുള്ളത് ബേസുമാണ്. നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്ന ആ സ്ഥലം, കാലിന്റെ തൊടയുടെ ഇടഭാഗവും ആ ഏരിയ, അവിടുത്തെ pH വരുന്നത് പുരുഷന്മാരുടെ വരുന്നത് 4.5 മുതൽ 5.5 സ്ത്രീകളുടെ വരുന്നത് 3.5 മുതൽ 4.5 വരെയാണ്. അത് ഏത് സൈഡിൽ വരും? ഇപ്പം ഇപ്പുറത്തെ സൈഡില് അല്ലേ? അലക്ക് സോപ്പിന്റെ pH 9 കുളിക്കുന്ന സോപ്പിന്റെ, അലക്ക് സോപ്പിന്റെ pH 11 വരും. ഇത്രയും pH കൂടുതലുള്ള സാധനം നമ്മൾ ഉപയോഗിച്ചാൽ, അതായത് അലക്ക് സോപ്പ് കൊണ്ട് കുളിച്ചാൽ ദേഹത്തൊരു വലിച്ചില്, ഒരു ചൊറിച്ചിലൊക്കെ ചിലർക്ക് വരും. ചിലർക്ക് സ്കിൻ ഡ്രൈ ആയ പോലത്തെ ഒരു തോന്നലൊക്കെ വരും. അപ്പൊ അത് ആ pH കൂടി പോയത് കൊണ്ടാണ്. കുളിക്കുന്ന സോപ്പ് ഈ പറയുന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ആര് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ആയുർവേദ ഡോക്ടേഴ്സ് സ്ഥിരമായിട്ട് പറയും, എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ട് നിങ്ങൾ ഡോക്ടറെ എടുക്ക ചെന്ന ഡോക്ടർ പറയും, പയറുപൊടി, പിന്നെ പൊടി, കുരുമുളകിന്റെ ആ ഇളം താളികളുണ്ട്, അത് വെച്ചിട്ട് കഴുകുക, സോപ്പ് ഉപയോഗിക്കരുതെന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഈ ഒരു സ്ഥലത്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുപയോഗിക്കും? വെള്ളം ഒഴിച്ച് കഴുകുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് വെള്ളം മാത്രം പോരാ. കാര്യം എന്താണെന്നും കൂടെ പറയാം. പണ്ടുള്ള ആൾക്കാരോട് അത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകുന്നു. വെള്ളം ഒഴിച്ച് കഴുകിയാൽ ധാരാളം പ്രശ്നമില്ല. ഇന്ന് നമ്മുടെ ക്ലോസറ്റുകൾ ഏത് തരത്തിലുള്ള ക്ലോസറ്റാണ്?